ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടന്റ് വേണമെങ്കിൽ ബിഗ് ബോസിനകത്ത് അനുമോള് തന്നെ വേണം. അതിനകത്ത് വേറെ ഒരു ഡൗട്ടും ഇല്ല. ഇന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കൂടെ നടന്ന് ബുള്ളിങ് ചെയ്ത് അനുവിനെ ക്രൂശിച്ച് അനു ഫേക്കാണ്, അനു റിയൽ അല്ല, അനു ഇവിടെ കരച്ചിൽ ഡ്രാമ എടുക്കുന്നു, മറ്റേതെടുക്കുന്നു, മറിച്ചതെടുക്കുന്നു എന്ന് പറഞ്ഞ് നടന്നിരുന്ന ടീംസുകളെല്ലാം അനുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുറവേ നടക്കുന്ന കാഴ്ചകളാണ് ലൈവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരും ഇപ്പം അനുവിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അനുവിൻ്റെ പിറവേ പോയിട്ട് നീ എൻ്റെ പെങ്ങളാണ്, എൻ്റെ തങ്കക്കുടമാണ് എന്ന് വേണ്ട തേനും പാലും ഒഴുക്കി അനുവിനെ അങ്ങോട്ട് സുഖിപ്പിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇപ്പം ഇന്ന് ലൈവിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയി. അഭിലാഷാണ് ഈ അടുത്ത ആഴ്ചത്തെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ കേട്ടോ. അഭിലാഷായിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് അനുവിൻ്റെ അടുത്ത് പോയിട്ട്, അനു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അനുവിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുവാണ്. അനു, നീ എനിക്ക് പിറക്കാതെ പോയ പെങ്ങളാണ്, നീയാണ് എൻ്റെ പെങ്ങൾ ഈ വീട്ടിലെ. മറ്റെല്ലാവരെയും വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അവർ ആർക്കും എൻ്റെ പെങ്ങളാവാനുള്ള ഒരു യോഗ്യതയില്ല. നീയാണ് എൻ്റെ പെങ്ങൾ. നാളെ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ എപ്പം വേണമെങ്കിലും പോയേക്കാം. എന്നാണ്ട് അപ്പാനിയുടെ കാര്യം, അപ്പാനി കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ടാണ് പോയേക്കുന്നത്. അപ്പം ഞാൻ പോയേക്കാം. അപ്പം നീ തളരരുത് അനു, നീ തളരരുത്. ഈ അഭിലാഷിൻ്റെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ഇത്രയും ദിവസം അഭിലാഷ് ഉള്ളതുകൊണ്ടാണ് അനു അവിടെ നിന്നേന്നാണ് ഈ അഭിലാഷിൻ്റെ വിചാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ പുറത്തെ സപ്പോർട്ട് കണ്ടിട്ട് അനു ഓൾറെഡി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒന്ന് അപ്പാനി പോയി, രണ്ട് ശൈത്യ പോയി. അനുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം, അനുവിനെ എതിർത്തിട്ടുള്ള ടീമുകളെല്ലാം ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ജിസേലിൻ്റെയും ആരിൻ്റെയും വിഷയത്തിൽ അനുവിന് ഒരു പണിഷ്മെൻറ്റും കൊടുത്തിട്ടില്ല, സോറി പോലും പറയിപ്പിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ശിക്ഷ. അപ്പം അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസും ചിന്തിക്കുവാണ്. അപ്പം അനുവിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ലാലേട്ടനായാലും ബിഗ് ബോസ് ടീമായാലും അനുവിന് ഇത്രയും ഘോഷിക്കുന്നതും, അല്ലെങ്കിൽ അനുവിന് ഇത്ര, കാരണം എല്ലാ സീസണും അങ്ങനെ ആണല്ലോ, സപ്പോർട്ട് കൂടിയ ആളെയാണല്ലോ അവിടെ വന്ന് ഫയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് അഭിലാഷ് അനുവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഒരു പെങ്ങള് കുട്ടി ട്രാക്കൊക്കെ പിടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട്. പല ആൾക്കാരും നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബെന്നി ഉണ്ടല്ലോ, ബെന്നിക്കൊക്കെയാണെങ്കിൽ അസൂയ കൊണ്ട് മൂത്ത് നടക്കണം. അതിനേക്കാളും അസൂയാണ് നമ്മുടെ ആദിലയ്ക്ക് നമ്പർ 1 അസൂയാണ് അനുവിൻ്റെ അടുത്ത്. ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ എവിടെയും പോയിരുന്നിട്ട് അനുവിനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ ഗെയിം പോരാ, പുള്ളിക്കാരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ആദില. അങ്ങനെ അഭിലാഷ് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് നീ തളരരുത്, ഞാൻ പോയാലും കണ്ട അപ്പാനിയുടെ സിറ്റുവേഷനൊക്കെ നീ കണ്ടല്ലോ, അപ്പം അപ്പാനി പോയതുപോലെ ഞാനെങ്ങാനും നാളെ പോയാൽ അനുമോളെ നീ തളരരുത് എന്ന് ഈ അഭിലാഷ് അനുവിൻ്റെ അടുത്ത് പറയുവാണ്. അപ്പം അങ്ങനെ ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുവാണ് പുള്ളിക്കാരൻ കേട്ടോ, ഒരിക്കലും ഇല്ലാത്ത പോലെ. ഈ കഴിഞ്ഞ ആഴ്ച ഇല്ലാഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ, കുറേ മോട്ടിവേഷനൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ. എന്ത് പറഞ്ഞാലും അനുവിൻ്റെ അടുത്ത് എല്ലാവർക്കും ദേഷ്യമാണ്, വൈരാഗ്യമാണ്, അനു ഫേക്കാണ് എന്ന് പറഞ്ഞ് പുറമേ നടന്നിട്ട് അനുവിനെ അങ്ങോട്ട് ആക്രമിക്കുന്ന രീതികളാണ് നമ്മൾ കണ്ടത്. പക്ഷേ പലരും ഇപ്പം അനുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ്, വേറൊന്നുമല്ല. കാരണം ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും അറിയാം കപ്പ് അനു തൂക്കും. അപ്പം അവിടെ ഒരു 2-3 സ്ഥാനമെങ്കിലും ടോപ്പ് 5 കയറി പറ്റണമെങ്കിൽ അനുവിനൊന്ന് സപ്പോർട്ട് താങ്ങി നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് 5 കയറി പറ്റാം, അവിടം വരെയെങ്കിലും എത്താം. അതുവരെയുള്ള പൈസയെങ്കിലും പോക്കറ്റിൽ മേടിച്ച് വെക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ കുറേ എണ്ണം അനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നത്. ഇതുവരെ അനുവിനെ ക്രൂശിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും, അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മറ്റേ പായസം വയ്ക്കുന്ന ഇത് ബിഗ് ബോസ് പറഞ്ഞ് പ്രേക്ഷകരെ വിധിപ്രകാരം അനുവാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാരെല്ലാം ദേഷ്യം നമ്മൾ കണ്ടയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അഭിലാഷ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനു പറയുകയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നത്, ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇതുവരെ ഗെയിം കളിച്ചിട്ടുള്ളതും ഇനിയും അങ്ങനെ ആയിരിക്കും, എനിക്ക് ഒരു പേടിയില്ല, ഒരാളെ സപ്പോർട്ടും ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞ് അനുവിൻ്റെ ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്തു. അതോടെ അഭിലാഷ് അവിടെ ഫ്ലാറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെങ്ങള് കൂട്ടി ട്രാക്ക് പിടിക്കാനാണ് അഭിലാഷ് അവിടെ പോയെന്ന് നല്ല പോലെ അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങള് കൂട്ടി ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിന്ന് പോകാമല്ലോ.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ. റെന ഫാത്തിമ അനുവിനെ നോമിനേഷൻ ചെയ്തതിൻ്റെ ഉള്ളൊരു കാരണം നിങ്ങൾ കേൾക്കണം. ഏറ്റവും വലിയ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റെന ഫാത്തിമ പറയുവാണ്, അനു ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്ത് കണ്ടന്റാണ് അനു കൊടുക്കുന്നത്, അനു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അനു ഇവിടെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അനുവിനെ അങ്ങ് നോമിനേഷൻ ചെയ്യുവാണ്. എന്തുവാടെ ഇതൊക്കെ? ഈ റെന ഫാത്തിമ ഏതോ ബഹിരാശ, എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരി ചൊവ്വയിലോ ബിഗ് ബോസിനകത്തല്ല ഇരിക്കുന്നത്, ചൊവ്വയിലോ ചന്ദ്രനിലോ ഏതോ ലോകത്തം കണ്ട പുള്ളിക്കാരി പോയി കിടക്കുവാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടയാണ് ഈ പറയുന്ന വ്യക്തികളെല്ലാം അനുവിൻ്റെ വാലയെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കണ്ടന്റിന് വേണ്ടിയിട്ട് അനുവിൻ്റെ വാലയെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. തുമ്മുന്നതിനും തുപ്പുന്നതിനും എല്ലാം അനുവിനെ കുറ്റം പറഞ്ഞ് നടന്നിട്ടുള്ള ഈ ആൾക്കാരാണ്, ഈ വ്യക്തികളാണ് വന്നിരുന്ന് അനുവിനെ നോമിനേഷൻ ചെയ്തിരുന്നു പറയുന്നത്. ഈ അനു അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? അനു ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അനുവിനെ അങ്ങ് നോമിനേഷൻ ചെയ്യുവാണ്. ഈ റെന ഫാത്തിമ അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ റെന ഫാത്തിമ ആരെ കണ്ടന്റിലാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്? റെന ഫാത്തിമ മാത്രമല്ല, അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അനുവുമായിട്ടുള്ള കണ്ടന്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെയാണ്. ലൈവിനകത്ത് എല്ലാവർക്കും അനുവാണ് കണ്ടന്റ്. അനുവിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കുവാണ്. സ്വന്തമായിട്ട് ഒരു കഴിവുമില്ലാതെ, സ്വന്തമായിട്ടൊരു ഗെയിമും കളിക്കാതെ അനുവിനെ എങ്ങനെ തകർക്കണമെന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് ഈ ടീമുകളെല്ലാം ഓടുന്നത്. റെന ഫാത്തിമ ഈ ഒരു കാര്യം പറഞ്ഞ് അനുവിനെ നോമിനേഷൻ ചെയ്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അനുമോള് ജിഷിൻ്റെ അടുത്തും പ്രവീണിൻ്റെ അടുത്തും അതുപോലെ അവിടെ അഭിലാഷും ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ആദിലയുടെ ഒറ്റത്താപ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ കട്ടപ്പയാണെങ്കിൽ ആദിലിവിടെ കട്ടപ്പ 2.0 ആയിട്ടാണ് എനിക്കിപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാലുമാറിയതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത്. ലാലേട്ടൻ വരുന്നതിന് മുമ്പ് ആദിലേക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം, അനുവിനെ സപ്പോർട്ട് ചെയ്യാം, ഈ കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുള്ള ആൾക്കാർ ലാലേട്ടൻ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ലൈവിനകത്ത് ഇവരും ഇരുന്ന് പറയുന്ന ആരും അതുപോലെ ജിസിലും തമ്മിൽ എന്തൊക്കെയോ ഉള്ളതായിട്ട് നമുക്കും തോന്നുന്നതൊക്കെ ഇവരെല്ലാവരും പറഞ്ഞതാണ് ലൈവിനകത്ത് നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ വന്നൊന്ന് ഫയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കാല് മാറി. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിനെ പറ്റിയിട്ടും അനുമോള് ആദിലെ പറ്റിയിട്ടൊക്കെ ജിഷിൻ്റെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ആദില കാല് മാറുമെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പാനി ശരത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പാനി ശരത്തേക്കൊന്നും പ്രതീക്ഷിച്ച പോലും ഇല്ല. കാരണം പുള്ളിക്കാരൻ ഈ പറഞ്ഞിട്ടുള്ള ചീത്തവാക്കുകളും തെറിവാക്കുകളും ഒക്കെ പറയുമെങ്കിലും അവിടെ ആക്റ്റീവായിരുന്നു, എന്ത് കാര്യത്തിനും ഇടപെടുന്നുണ്ട്. അത് ശരിയാണ് കേട്ടോ, അത് അനു പറഞ്ഞത് ശരിയാണ്. അപ്പാനി ശരത്ത് ചീത്ത വിളിക്കുമെങ്കിലും അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് അപ്പാനി ശരത്ത്. സത്യം പറഞ്ഞാൽ അപ്പാനി ശരത്ത് പോകുന്നതിനേക്കാളും എനിക്ക് തോന്നിയത് ആ ബിന്നി അങ്ങനെയൊക്കെ ഉള്ള ടീമുകൾ അവിടെ നിന്ന് അങ്ങനെയുള്ള ടീമുകളെ പറഞ്ഞു വിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. കാരണം അപ്പാനി ശരത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്നുമില്ലെങ്കിലും കുറച്ച് കോമഡിക്കുള്ള വകയൊക്കെ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അനുമോള് ഇവരുമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ എന്തായാലും അനുമോളെ താങ്ങാൻ, പെങ്ങളുകുട്ടിയാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ആഴ്ചയിൽ 13 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക ആരെ പറഞ്ഞ് വീട്ടിൽ വിടണം, ആരെ അവിടെ നിർത്തണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരെയൊക്കെ എനിക്ക് 1-2 ആഴ്ച കൂടെ അവിടെ നിർത്താൻ ശ്രമിക്കുക. മുമ്പേ വന്നിട്ടുള്ള കഴുതകളൊക്കെ, ഗെയിം കളിക്കാതെ അവിടെ കയറി കിടക്കുന്ന കഴുതകളൊക്കെ, അങ്ങനെയുള്ള ടീമുകളൊക്കെ പറഞ്ഞു വിടുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. വൈൽഡ് കാർഡിന് ഒരു ചാൻസ് കൊടുക്കണം. കാരണം അവർ ഒരാഴ്ച കൊണ്ടൊന്നും അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചില ടീമുകളൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു, ഗുഡ് നൈറ്റ്.